ഹായ് മക്കളെ, അനുമോദ് സാറാണ്. എടാ, നാളത്തെ SSLC മാത്തമാറ്റിക്സ് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന 52 മാർക്കിന് മുകളിലുള്ള പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ എത്തിയിട്ടുള്ളത്. അതായത് ചോദ്യവും ഉത്തരവും എന്താണെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. അപ്പോൾ ഒറ്റ കാര്യം, നമ്മുടെ RMS ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത എൻ്റെ മക്കൾക്ക് മാത്സിൻ്റെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവൂ, പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരൂ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ചോദ്യത്തിലേക്ക് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്താണ്. ഓക്കെ, ഇവിടെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ 3n+2 തന്നിട്ടുണ്ട്. നിങ്ങളോട് കാണാൻ പറയുന്ന ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3ഉം 2ഉം കൂടി കൂട്ടിയാൽ 5 കിട്ടും. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്, പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ആ എന്നിൻ്റെ കൂടെയുള്ള സംഖ്യ അത് 3 ആയിരിക്കും. 20ാം പദം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, x20 = x1 + 19d എന്ന് ചെയ്താൽ മതി. നമുക്ക് ആൻസർ 62 കിട്ടും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ളതാണെന്ന് വെച്ചാൽ സർക്കിൾ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ 30, 50, 35 ഈ കോഡിലേറ്ററിൻ്റെ അകത്ത് ചതുർഭുജത്തിൽ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ബാക്കിയുള്ള കോണുകൾ കാണാനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കോണുകൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുക. ഇവിടെ 30ഉം 50ഉം ആണെങ്കിൽ ഈ കാണുന്ന കോണ് 100 ഡിഗ്രി കിട്ടും. തൊട്ടിപ്പുറം 80 കിട്ടും. ഇത് 65 കിട്ടും. ആ രീതിക്ക് എടുക്കുക. രണ്ട് ത്രികോണങ്ങൾ നമ്മൾ സെറ്റാക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിളായി, അതായത് ഇവിടെ കാണുന്ന BCO എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ അതേ ആംഗിൾ ആയിരിക്കും AODക്ക് ഒരേ രീതിക്ക്. അതേപോലെ നേരെ തിരിച്ച് ഇത് ഇങ്ങോട്ടും ഇടുക. OCDൻ്റെ തന്നെയാണ് OABയുടേത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളൊന്ന് സെറ്റ് ചെയ്താൽ മതി. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ SSLC പബ്ലിക് എക്സാം 2026 എന്തായാലും മക്കൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ബോത്ത് എന്നുള്ള വരുന്ന ടൈപ്പ് സാധനം, രണ്ടും അല്ലെങ്കിൽ 2 ആൺകുട്ടി 2 പെൺകുട്ടി, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ മക്കൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 100% മക്കൾ ഉറപ്പിച്ചോ, ഇത് ഇത്ര മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ 2 ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം എഴുതുക. അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ എണ്ണം കിട്ടും. 1280 ആണ് ടോട്ടൽ. 1280 2 ആൺകുട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം ഗുണിച്ചിട്ട് ബൈ എന്തിടുക, 1280 ഇടുക. ഇനി പെൺകുട്ടികളുടെ എണ്ണമാണെങ്കിൽ 450 ഡിവൈഡഡ് ബൈ എന്തിടുക, 1250 ഇടുക. ഇനി ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടി കൂട്ടുക. അതായത് ഇവിടുത്തെ 200ഉം 450ഉം കൂടി കൂട്ടുക, 650 കിട്ടും. അത് 1250 നിന്ന് മൈനസ് ചെയ്യുക, നമുക്ക് 600/1250 കിട്ടും. ഇനി ഒരാൺകുട്ടിയെങ്കിലും ആവാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് 1 ബോയ് ചോദിച്ചാൽ ഗേളിനെ മൈനസ് ചെയ്യാം. അതായത് ഇവിടെ എത്രയുണ്ട്, 450 ഗേൾസ് ഉണ്ട്. 1250 നിന്ന് 450 ഗേൾസ് മൈനസ് ചെയ്താൽ ബാക്കി 800/1250 കിട്ടും. ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ചാൻസിൻ്റെ അകത്ത് ചോദിക്കാൻ ഏറെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു സംഖ്യയുടെ സ്ക്വയറും അതിൻ്റെ 6 ടൈംസും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുക, 160 കിട്ടും. ഒരു സംഖ്യയുടെ വർഗത്തിൻ്റെയും അതിൻ്റെ 6 മടങ്ങിൻ്റെയും തുക 160. സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ സംഖ്യ എക്സ് ആക്കി എടുത്താൽ x² ആണ് വർഗം, പ്ലസ് RX 160 ആണെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഫോം ചെയ്യുന്നു. അവിടെ നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുന്നു, വർഗത്തുക ചെയ്യുന്നു. ദാറ്റ് ഈസ് RXൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക, 6ൻ്റെ പകുതിയായിട്ടുള്ള 3ൻ്റെ സ്ക്വയർ 9 2 സൈഡിൽ ആഡ് ചെയ്യുക. അപ്പോൾ 169 ആയിട്ട് മാറും. അത് x+3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ ആയി. ദാറ്റ് ഈസ് x+3 ഈക്വൽ ടു 13 ആണെങ്കിൽ എക്സിൻ്റെ വില 10 + 3 ആണ്. അപ്പോൾ എക്സിൻ്റെ വില 10 ആയിട്ട് മാറും. ഉറപ്പാണടാ, നമ്മുടെ നാളത്തെ SSLC പബ്ലിക് എക്സാമിൽ എത്ര മാർക്കിന്, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഈ ചോദ്യം കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന 100% ഉറപ്പുള്ള ചോദ്യം. 100% ഉറപ്പ്. SSLC 2026 മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ 26ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നാളെ ഈ ക്വസ്റ്റ്യൻ കാണും. അതായത് ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് സൈഡ് 6 cm ആൻഡ് 3 cm, ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. ഈ 6, 3 എന്നുള്ള ചിലപ്പോൾ മാറും കേട്ടോ, അളവ് മാറും. പക്ഷേ ഈ സ്ക്വയർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വരച്ചോളുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. പോളിനോമിയൽസ് ആൻഡ് ചാപ്റ്റർ, അതായത് ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു പോളിനോമിയൽ തന്നിട്ട് അതിനെ ഏതെങ്കിലും, അതായത് തരുന്നത് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും.
എന്നിട്ട് നമ്മളോട് അതിനെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറയുമ്പോൾ എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ ഏതാണോ അത് രണ്ട് സംഖ്യകളുടെ സം ആയിട്ട് എഴുതാം. a+b = -5. ഇനി അതേപോലെ തന്നെ അവിടെ 6 എന്ന് പറയുന്ന നമ്പർ AB ആയിരിക്കും, പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് -2ഉം -3 അതിൻ്റെ മുന്നിൽ നമ്മൾ എക്സ് ഇട്ട് കൊടുത്താൽ എന്തായി? അതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി. ഇനി ഒറ്റ കാര്യം, സിമ്പിളായിട്ട് അതിൻ്റെ പരിഹാരം ചോദിച്ചാൽ, സൊല്യൂഷൻ ചോദിച്ചാൽ ഒന്നുമില്ല, ഇവിടെ നമ്മൾ മൈനസ് അല്ലേ എഴുതി, അപ്പോൾ നേരെ മാറ്റി എന്ത് ഇട്ട് കൊടുത്താൽ മതി? പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സിൻ്റെ വില +2ഉം എക്സിൻ്റെ വില +3ഉം ആയി. പോളിനോമിയലിൻ്റെ അകത്ത് എന്തായാലും എത്ര മാർക്കിന്? 3 മാർക്കിന് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ചോദ്യം വരിക മക്കളെ 24-ാമത്തെയോ അല്ലെങ്കിൽ 25-ാമത്തെയോ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഐ തിങ്ക് 25th ക്വസ്റ്റ്യൻ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അത് ഒരു ക്വസ്റ്റ്യൻ വരിക ഏത് ഭാഗത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണോ അല്ലെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ സ്ഫിയർ ആയിരിക്കും, കോണോ സ്ഫിയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഹെമിസ്ഫിയറിൻ്റെ കേസിലാണ് പറയുന്നത്. റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് 5:3 എന്തിൻ്റെ റേഷ്യോ? ഡയമീറ്ററിൻ്റെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശം എന്താണ്? 5:3. നമ്മളോട് ചോദിച്ചത് എന്താ? ആരങ്ങളുടെ അംശബന്ധമാണ്. ആരത്തിൻ്റെയും വ്യാസത്തിൻ്റെയും അംശബന്ധത്തിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. സോ ദ ആൻസർ ഈസ് 5:3 തന്നെ. ഇനി അതിൻ്റെ പരപ്പളവാണ് ചോദിക്കുന്നതെങ്കിൽ, ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ മക്കളെ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ സ്ക്വയർ, പരപ്പളവാണെങ്കിൽ സ്ക്വയർ. ദാറ്റ് ഈസ് 25:9 എന്ന് പറയുന്ന ആൻസർ കിട്ടും. 25:9. ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ ഹെമിസ്ഫിയർ 100 ആണെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന വാട്ട് ഈസ് ദ ഏരിയ ഓഫ് അതർ എന്നാണ്. ഒന്നിൻ്റെത് 100 ആണെങ്കിൽ മറ്റേൻ്റെ എങ്ങനെയാണ് 36 കിട്ടുക? ഒന്നുമില്ല, 25 100 മാറുന്നത്, 4 ഇരട്ടി. അപ്പോൾ 9 4 ഇരട്ടി 36. ഓക്കെ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റൂട്ടോ. ഇനി 7, 13, 19 ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. SSLC പബ്ലിക് എക്സാം 2026 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന മക്കളെ ഇതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. 7, 13, 19 എക്സെട്ര ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? ഫൈൻഡ് ഇറ്റ്സ് 11th ടേം. അപ്പോൾ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ചോദിച്ചാൽ ഇതുള്ള വ്യത്യാസം അത് 6 ആണ്. 11ാം പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് Rn+1 ഫോമാണ്. അപ്പോൾ 11 × 6 66 + 1 67 എന്ന് പറയുന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 11 ആൾക്കാരുടെ വെയിറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ഇതിൻ്റെ മീഡിയം ചോദിക്കുന്നു. നാളത്തെ 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. നാളത്തെ 5ാമത്തെ ക്വസ്റ്റ്യൻ SSLC പബ്ലിക് എക്സാം 2026 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. എന്താണ് ചോദ്യം? കുറേ നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ മീഡിയം ചോദിക്കുന്നു. മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇതിനെ ചെറുതുന്ന വലുതിലേക്ക് എഴുതുക. ഇനി എത്ര ഉണ്ട്? 11 ആളില്ലേ? 11 ആളുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതുന്ന വലുതിലേക്ക് എഴുതിയിട്ട് 11 + 1/2 6ാമത്തത് ഏതാണോ നോക്കിയാൽ മതി. അതായിരിക്കും ആൻസർ. 6ാമത്തെ ഏതാണ്? ഇതിനെ ചെറുതുന്ന വലുതിലേക്ക് എഴുതുക. എന്നിട്ട് 6ാമത്തെ നിങ്ങൾ വട്ടിട്ട് വെച്ചാൽ മതി. അതാണ് ആൻസർ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ചോദ്യം എന്താ? കണ്ണടച്ചൊരു കുത്തിട്ടാൽ നമ്മുടെ ചാൻസിൻ്റെ അകത്ത് ഫിഗർ വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. അധികവും 2ാമത്തെ ചോദ്യമായിട്ടുണ്ടാവും. അതേപോലെ 11ാമത്തെ ചോദ്യമായിട്ടോ ഉണ്ടാവാം. ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. 2ാമത്തെ ക്വസ്റ്റ്യനിൽ 1 വേർഡ് വന്നിട്ടില്ലെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് 3 മാർക്കിന് ചോദ്യമായിട്ട് വരും. ഉറപ്പ്, പഠിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം SSLC 2026 പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ അപ്പുറത്ത് വരിക 240 ആണ്. അപ്പം 120/360 എന്ത് വരിക? ആ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം വരിക. മറ്റത് വരിക 240/360 ആയിരിക്കും. അത് 2/3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഇത് വരയ്ക്കാനുള്ള ചോദ്യമല്ല. 2 പോയിന്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ സ്ലോപ്പും കാണണം, ഇക്വേഷനും കാണണം. ചരിവും കാണുക, സമവാക്യവും കാണുക. ഉറപ്പാണ് ചോദ്യം വരും. 19ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനാണ് ചാൻസ്. SSLC 2026 പബ്ലിക് എക്സാമിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ചരിവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ 11 - 5/8 - 4 ചെയ്താൽ മതി. 6/4 3/2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത എന്താ വരിക? വരയുടെ സമവാക്യം എന്താണെന്നാണ്. അപ്പോൾ വരയുടെ സമവാക്യം y - 5 = 3/2 × x - 4 ചെയ്യുക. ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ ചോദ്യമാണ് പബ്ലിക് എക്സാമിന് കാണാം. ഇനി വരുന്നത് ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂഫ് ക്വസ്റ്റ്യൻ എനിക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്ന ഒരു ചോദ്യം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ xn കാണുമ്പോൾ നമുക്ക് 2/3n + 1/3 - 2/3 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3n
-1/3 എന്ന് കിട്ടും. 1/3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2n-1 കിട്ടും. ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ 2n-1 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2n-1 ഓഡ് നമ്പേഴ്സാണ്, ഒറ്റ സംഖ്യകളുടേതാണ്. അങ്ങനെ ഒറ്റ സംഖ്യകളുടേതാണെങ്കിൽ മക്കളെ ഉറപ്പിച്ചോ, ഒറ്റ സംഖ്യയുടെ ആണെങ്കിൽ അവിടെ ആര് വരില്ല, ഇരട്ട സംഖ്യ വരില്ല. അത് കൺക്ലൂഷനായിട്ട് ആ വേടങ്ങ് എഴുതി വെച്ചാൽ മതി, മാർക്കായി. ഇനി നാളത്തെ SSLC പബ്ലിക് എക്സാമിന് 2026 SSLC 2026 പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഇത്തരത്തിലുള്ള ചിത്രം നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റും. എന്നിട്ട് 3 പോയിന്റ് തന്നിട്ടുണ്ട്, ബാക്കി 3 ഇത് കാണാൻ പറയുന്നു. അപ്പോൾ ഒന്നുമില്ല, ക്രോസ് ആയിട്ട് തന്നതിൻ്റെ കൂട്ടിയിട്ട് മറ്റേത് മൈനസ് ചെയ്താൽ മതി. 2-1 ആൻസർ കിട്ടും, 6-3 ആൻസർ കിട്ടും, 4-5 ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ, സെറ്റാണ് കേട്ടോ. ഇനി അടുത്ത എന്താ, അടുത്തോടെ ഉറപ്പാണ് നാളെ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണുന്ന ക്വസ്റ്റ്യൻ. SSLC 2026 പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സർക്കിളിൻ്റെ ക്വസ്റ്റ്യൻ വരും. കാരണം ഞാൻ നേരത്തെ ലൈനിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, അതിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരിക. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദ ലൈൻ ജോയിനിങ് 2, 3, 4, 7. വാട്ട് ഈസ് ദ സെൻറ്റർ കാണാൻ പറഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി, 3-5 കിട്ടും. റേഡിയസ് ആണ് കാണാൻ പറഞ്ഞു വെച്ചാൽ ഈ സെൻറ്ററും ഇവിടെയുള്ള ഈ ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി, അത് നമുക്ക് √5 കിട്ടും. എന്നിട്ട് നമ്മൾ ഫൈനൽ ആൻസർ x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത്, r². അതിലങ്ങ് കൊടുത്താൽ ആൻസർ ആയടാ, സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നെക്സ്റ്റ് ഉറപ്പുള്ള ചോദ്യം കേട്ടോ, ഉറപ്പുള്ള ചോദ്യം 25th ക്വസ്റ്റ്യൻ. 25th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ചാപ്റ്ററിൽ നിന്നാണ്. അത് സോളിഡ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ഒരു സെൻറ്റർ ആംഗിൾ തന്നിട്ട് നിങ്ങളോട് അതിൻ്റെ അകത്ത് നിന്ന് കോണിൻ്റെ റേഡിയസ് കാണാൻ, മറ്റേ നമ്മുടെ x/360 = r/l വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങളോട് ചോദ്യം വരും. പരീക്ഷയ്ക്ക് മക്കൾക്ക് കാണാം, ഉറപ്പിച്ചോ. ഇനി എന്താണ്, ദ വോളിയംസ് ഓഫ് 2 സ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 27:64. സ്ഫിയറിൻ്റെത് 27:64 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ക്യൂബിക് റൂട്ട് എടുത്താൽ മതി. 27 എന്ന് പറയുന്നത് 3 ക്യൂബാണ്, 64 എന്ന് പറയുന്നത് 4 ക്യൂബാണ്. അപ്പോൾ റേഷ്യോൻ്റെ R1:R2 എന്ന് പറയുന്നത് 3:4 ആയിരിക്കും. റേഷ്യോൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഡൺ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, 10 കുട്ടികളെ ഇത് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക, 35.5 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവും കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റാറ്റിൻ്റെ എന്താ ഇതേ മോഡലുള്ളൊരു ക്വസ്റ്റ്യൻ മക്കൾക്ക് കാണാൻ പറ്റും. ചിത്രം തന്നിട്ട് ഇവിടെ 20 കിട്ടും. ഇത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. മക്കളെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങൾ എൻ്റെ മക്കൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടാ, ഇന്ന് കംപ്ലീറ്റ് പ്രഡിക്ഷൻ, ഇപ്പം ഞാൻ പറഞ്ഞത് 52 ആണെങ്കിൽ ഇന്ന് രാത്രിയത്തെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 80 ആണ്. കൃത്യം 7:30 മക്കളെ, കൃത്യം 7:30 എവിടെ, MS സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനലിൽ കൃത്യം 7:30 അനുമോദ് സാർ എത്തും. ഫുൾ മാർക്ക് 80 വേണോ, കൃത്യം 7:30 നമ്മുടെ ക്ലാസ് കയറിക്കോ മക്കളെ, വേറെ ഒന്നും വേണ്ട. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലിങ്കിലേക്ക് പോകും. എവിടെ, യൂട്യൂബിൻ്റെ ലിങ്ക് പോവും. എവിടെ കിട്ടും, നമ്മുടെ ലൈവിൻ്റെ കാര്യങ്ങൾ കിട്ടും. ഇപ്പം തന്നെ കയറി ലൈക്ക് അടിക്കുക, കൃത്യം 7:30 വരിക, സപ്പോർട്ട് ചെയ്യുക, അടിച്ചു പൊളിക്കുക. നമുക്ക് നാളത്തെ പരീക്ഷ നിങ്ങളുടേതാണ്, അത് ഞാൻ ഉറപ്പ് തരുന്നു. നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്.